ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വമുണ്ട്. ഒരു വിശുദ്ധ പ്രഭാതം കൂടി ദാനമായി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ആമേൻ. വചനധ്യാനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിലേ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിലേ ജയം എനിക്കുണ്ട്. ഹല്ലേലൂയ. വിശ്വാസം. ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ നമുക്ക് എന്താണുള്ളത്? കർത്താവിൽ നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. അത് ആര് മൂലമാണ്? കർത്താവായ യേശു ക്രിസ്തു മൂലം. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ആമേൻ, നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ആമേൻ അവസാനതുള്ളി ചോര വരെ നമുക്ക് വേണ്ടി തന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ആമേൻ ഹല്ലേലൂയ ഒരു കുഞ്ഞായി ജനിച്ച് വളർന്ന് ഒരു തച്ചൻ്റെ ഭവനത്തിൽ പാർത്ത് 30 വയസ്സ് വരെ പാർത്ത് 33 തിരുവയസ്സിൽ ഹല്ലേലൂയ 30 വയസ്സിൽ കർത്താവ് അഭിഷേകം പ്രാപിച്ച് പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്ത് 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ പിതാവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമുക്ക് വേണ്ടി സ്വന്തം ശരീരത്തെയും ജീവനെ ഏൽപ്പിച്ചെന്ന ദൈവം. ആകയാൽ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രിയ സഹോദരി സഹോദരരെ, നമുക്കൊരു അബ്രഹാമിനെ നമുക്കറിയാം. അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ആമേൻ. അബ്രഹാമിന് സാറയ്ക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ആമേൻ അബ്രഹാമിനെ വിളിച്ച് 75-ാമത്തെ വയസ്സിൽ മെസൊപ്പൊത്താമിയയിൽ നിന്ന് ഊരിൽ നിന്ന് അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിനെ കടന്നു പോയിക്കൊള്ളുക എന്ന്. എന്നാൽ ദൈവം പറഞ്ഞില്ല ഞാൻ ഏത് ദേശത്തേക്കാണ് ഞാൻ നിന്നെ വിടുന്നതെന്ന്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അബ്രഹാം തിരിഞ്ഞൊരു വാക്ക് ചോദിച്ചില്ല. പിതാവേ, എന്നെ നീ എങ്ങോട്ടാണ് വിടുന്നത്? എനിക്ക് വഴി കാണിച്ചെന്ന് ഒന്നും പറഞ്ഞില്ല. ആമേൻ. സാറയെ വിളിച്ചുകൊണ്ട് ആ ദേശം വിട്ട് ഇറങ്ങുവാനിടയായി. ആമേൻ. വിഗ്രഹങ്ങളെ വാർത്തുണ്ടായിക്കൊണ്ടിരുന്ന ആമേൻ ഒരു കുടുംബത്തിൽ നിന്ന് അബ്രഹാം തൻ്റെ ഭാര്യയെ സാറയും കൈപിടിച്ചുകൊണ്ട് 75-ാമത്തെ വയസ്സിൽ ആമേൻ പുറപ്പെട്ടു പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 75-ആകുമ്പോൾ നമ്മുടെ കാലം നോക്കിയാൽ നല്ല വാർദ്ധക്യമാണ്. എന്നാൽ ആമേൻ ആ സമയത്തൊക്കെ ആമേൻ 75 വാർദ്ധക്യകാലമല്ല, അവരുടെ ഒരു യൗവനകാലമോ തന്നെ പറയാം. ആ 75-ാമത്തെ വയസ്സിൽ സാറയും പോയി ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ആ ദേശം ഏതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആമേൻ. അതാണ് പിന്നീട് ആ കനാൻ ദേശം. ആമേൻ. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി ദൈവം. ആമേൻ. ആ 75 വയസ്സിൽ വിളിച്ചിറക്കിയെങ്കിലും അവർക്കൊരു പുത്രൻ ഒരു കുഞ്ഞ് ലഭിച്ചില്ലായിരുന്നു. ആമേൻ. എന്നാൽ ഹല്ലേലൂയ സാറയ്ക്ക് 90 വയസ്സായപ്പോൾ അബ്രഹാമിന് 100 വയസ്സ് തികയുമ്പോൾ ഒരു ഇസഹാക്കിനെ ദൈവം കൊടുത്തു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അങ്ങനെ വാഗ്ദത്ത തലമുറ ജനിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ആ 100 വയസ്സിലും ആ ശരീരം നിർജീവമായപ്പോഴും ആമേൻ സാറയും അബ്രഹാമിനെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഏത് വിഷയത്തിൽ കൂടി നാം കടന്നു പോയാലും ആ വിശ്വാസത്താൽ നാം നിലനിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാഗ്ദത്തം പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. ആമേൻ. നിങ്ങൾ എന്നെ കേൾക്കുന്ന മക്കൾ ആരെങ്കിലും തലമുറയില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആമേൻ നമുക്ക് ആമേൻ അബ്രഹാമിനെ സാറയെ നോക്കാം. ആ വാർദ്ധക്യത്തിൽ ദൈവം അവർക്ക് തലമുറയെ കൊടുത്തെങ്കിൽ ഈ യൗവനക്കാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തരില്ല? മക്കളെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തലമുറയെ ലഭിച്ചിരിക്കും. ആമേൻ ഹല്ലേലൂയ. ഒരു കുഞ്ഞു കുടുംബമാകുമ്പോൾ അവരുടെ വാഗ്ദത്തമാണ്, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെട്ടു പോകണ്ട. ആമേൻ. തലമുറയില്ല ഭാരപ്പെടുന്ന ദൈവം തലമുറയെ തരും. അതുപോലെ തന്നെ കർത്താവ് പറയുന്ന വാക്കുകൾ വിശ്വസിച്ചിറങ്ങിയാൽ ഒരിക്കലും നിങ്ങൾ താളടിയായി പോവുകയില്ല. ആമേൻ. വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. ഹല്ലേലൂയ. നമുക്ക് ആരിലാണ് വിശ്വാസം വേണ്ടത്? കർത്താവ് യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. ആമേൻ. ആ ദൈവം നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു ആമേൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും തുറന്നു കിടക്കുന്ന കല്ലറ ആമേൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കല്ലറ. എത്രയോ ദൈവഭക്തന്മാർ മരിച്ചു മറഞ്ഞു. എന്നാൽ കർത്താവ് ഒരു ഭക്തനല്ലായിരുന്നു, ഒരു ദൈവമായിരുന്നതിനാൽ ആമേൻ ഇന്നും
ഇന്നും ആ കല്ലറ തുറന്ന് ദൈവത്തെ ഹാലലിയ ഒരു കല്ലറയ്ക്കുള്ള ഒതുക്കുവാൻ കഴിയാത്തതുകൊണ്ട് ആമേൻ ഹാലലിയ കല്ലറകളെ പിളർന്നുകൊണ്ട് ആമേൻ റോമ മുദ്ര ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ചുകൊണ്ട് ദൈവം പിതാവിന്റെ സനയിലായിരിക്കുന്ന ആകെ ഈ പകൽക്കാലം നമുക്ക് വിശ്വാസത്തിൽ ജീവിക്കാം. നിങ്ങളുടെ ഏത് അവസ്ഥയിലും ദൈവം നിങ്ങളെ കരുതിക്കൊള്ളട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ സ്വർഗീയ പിതാവ്, വചനം കേട്ട ഓരോ മക്കളെ അപ്പൻ്റെ പാദപിടിച്ച് ഏൽപ്പിക്കുന്നു. അവർ ഏത് വിഷയത്തിന്റെ മേലെ നായിരിക്കുന്നു ആ വിഷയത്തിന്റെ മേലെ അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഒരു അബ്രഹാമിനെ സാറെ അനുഗ്രഹിച്ചതുപോലെ തലമുറയില്ലാത്ത വിഷയമുള്ള അവരുടെ അതിൽ ഹല്ലേലൂയ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അവരെ നിർജ്ജീവമായ അതിന്റെ സകലത്തെ കർത്താവെ ആ നിർജ്ജീവമായിരിക്കുന്ന അവസ്ഥകളെ സ്വർഗം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സന്തോഷിക്കട്ടെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ. ആമേൻ. ജോലിയില്ലാത്ത ഭാരമായി ജോലി കൊടുക്കണമേ. തലമുറകൾ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ഹയർ സ്റ്റഡിക്ക് വേണ്ടി ഒരുക്കണമേ. രോഗികളായി ഭാരപ്പെടുന്ന ഓരോരുത്തരും സകല രോഗത്തെ സൗഖ്യമാകും ദൈവ സാന്നിധ്യം ഈ മക്കളുടെ മേൽ വ്യാപരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേ. കർത്താവിന്റെ കരങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ കുഞ്ഞുങ്ങൾ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ കാണുന്നവരെ കർത്താവിന്റെ ചിറകിൽ മറയാം. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ജീസസ്.